ഹായ് ഫ്രണ്ട്സ്. ഇന്നലെ നമ്മുടെ കെൻറ്റിൽ ഒരു പട്ടിയാടി. പട്ടീനെ ഇന്നലെ ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞ് അവരെല്ലാം കൂടെ റെസ്ക്യൂ ചെയ്തു. അപ്പോൾ ഇത് കുടിക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മുടെ അയൽക്കത്തുള്ള ഒത്തിരി പേരും കുടിക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഇത് ഇറങ്ങി ഏതായാലും കംപ്ലീറ്റ് ഒന്ന് തേക്ക് റെഡിയാക്കണം. മാത്രമല്ല, ഇവിടെ കിടക്കുന്ന ഈ ചപ്പ് കാര്യങ്ങളെല്ലാം ഇറങ്ങിയിട്ട് വെട്ടി ക്ലിയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അത് ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ സാധാരണ കയറിയാൽ ചുമ്മാ തൂങ്ങിയിട്ടങ്ങ് ഇറങ്ങുക ചെയ്യുന്ന ആളുകൾ. പക്ഷേ അതിന് യാതൊരു സേഫ്റ്റി ഇല്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ഈ പല സ്ഥലങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നമ്മൾ ഈ പുല്ലൊക്കെ ഒന്ന് വെട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കയറ് വേണമെങ്കിൽ കൈ വിട്ടിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. ഈ ഒരു ഡിവൈസ് ഓട്ടോമാറ്റിക്കാണ്, കൈ വിട്ടാലും ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഏത് സമയത്തും കൈ വിടുന്നതിന് മുമ്പ് ഒരു നോട്ട് നമ്മളിടും. ഈ നോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും രീതിയിൽ, അതായത് 0.1% പോലും സാധ്യതയില്ല, പക്ഷേ എങ്കിൽ പോലും നമ്മൾ കൈ വിട്ടാലും ഈ നോട്ടയിലേക്ക് വന്ന് സ്ലിപ്പായിട്ട് നിൽക്കുകയുള്ളൂ. ഇത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയുള്ള ഡിവൈസാണ്. ശരിക്കും കൈ വിട്ടാലും ഒന്നും സംഭവിക്കില്ല. പക്ഷേ എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു കാര്യം ചെയ്യും. അപ്പോൾ നമ്മൾ കൈ വിട്ടിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അവിടെ നിന്നുകൊണ്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും, ഹാൻഡ്സ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ താഴെ ഇറങ്ങിയിട്ട് നമുക്കിതെല്ലാം ക്ലീൻ ചെയ്ത് ഇതെല്ലാം ചപ്പെല്ലാം വെട്ടി തിരിച്ചു കയറാൻ വേണ്ടി വേറെ ഡിവൈസ് ഉണ്ട്. ഹാൻഡ് സെൻറ്ററും പുള്ളിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ വലിയ ആഴക്കത്തിലേക്ക് നമുക്ക് ഇറങ്ങേണ്ട വന്നു കഴിഞ്ഞാൽ സേഫായിട്ട് ഈ പറഞ്ഞ പരിപാടികളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് എടുത്തു നമ്മൾ നല്ല ഡെപ്തിലേക്ക് ഇറങ്ങിയിട്ട് തിരിച്ച് കയറാൻ വേണ്ടി ഇതേപോലെ ഹാൻഡ് സെൻറ്റർ, ഗ്രിഗറി, ഇതേപോലെ പല ഗിയേഴ്സും ഉണ്ട്. ഇതൊക്കെ വെച്ച് കയറാനാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഏണിയോ കാര്യങ്ങളൊന്നുമില്ല. അതല്ലെന്നുണ്ടെങ്കിൽ റോപ്പ് ഇട്ടിട്ട് നല്ല ഹൈറ്റിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സേഫായിട്ട് ഇറങ്ങാനും നമുക്ക് കയറാനും സാധിക്കും. ഇതൊക്കെ കണക്ട് ചെയ്തിട്ട് ഇറങ്ങുവാണെങ്കിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ താഴേക്ക് എന്തെങ്കിലും കല്ലോ പോലുള്ള ഇപ്പോൾ ഒരു കല്ല് ചാടി വിടുന്നു, അതുപോലെ എന്തെങ്കിലും സാധനം ചാടുവാണെന്നുണ്ടെങ്കിൽ തലയിൽ കൊള്ളാതിരിക്കാനാണ് ഹെൽമെറ്റ് വയ്ക്കുന്നത്. നമ്മളിതെല്ലാം കണക്ട് ചെയ്ത് താഴെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കിണറിലിറങ്ങി അപകടം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് വിഷവാതകങ്ങൾ ധാരാളം ഉണ്ടാവാം, നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നല്ല ഡെപ്തുള്ള കിണറാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാതെ നടക്കുന്നതാണെങ്കിൽ അങ്ങനെ ആളുകൾ ധാരാളം പേര് മരണപ്പെടുന്നുണ്ട്. സോ നമ്മളിത് കണക്ട് ചെയ്തിട്ട് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് നമ്മളെ വലിച്ചു കയറ്റാനായാലും പറ്റും. കയറയിൽ നമ്മൾ താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വലിച്ചു കയറ്റുക? നമ്മുടെ മേത്ത് കെട്ടോ കാര്യമൊന്നും ഇട്ടിട്ടുണ്ടാവില്ല. സോ ഇങ്ങനെയുള്ള ഗിയേഴ്സ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ മരം കയറുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും കിണറിൽ ഇറങ്ങുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ ഇതേപോലെ ഗ്രിഗറി എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് ഡിവൈസാണ്, കൈ വിട്ടാലും ഒന്നും സംഭവിക്കില്ല. പക്ഷേ അല്ലാതെയുള്ള വേറെ ഫിഗർ ഓഫ് 8 പോലെയുള്ള ഗിയേഴ്സ് ഉണ്ട്. ഇത് ഫിഗർ ഓഫ് 8 എന്ന് പറയും. ഇത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റും, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതേപോലെ കൈ വിട്ട് നിൽക്കാൻ നമുക്ക് കാര്യമൊന്നും പറ്റില്ല. അതിന് വേറെ സെപ്പറേറ്റ് സേഫ്റ്റി നോട്ടൊക്കെ ഇട്ട് നമ്മൾ സെക്യൂർ ചെയ്തതിന് ശേഷമേ പറ്റുള്ളൂ. സോ ഇത് എല്ലാവരുടെയും അറിവിലേക്ക് പറയുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്ന തൊഴിലായിട്ട് ചെയ്യുന്ന ആളുകൾ ദയവായിട്ട് ഇതേപോലുള്ള സേഫ്റ്റി ഗിയേഴ്സ് ഉപയോഗിക്കാൻ പഠിക്കുക. പ്രോപ്പറായിട്ട് ഇത് പഠിപ്പിക്കുന്ന ആളുകളുടെ അടുത്ത് തന്നെ പോയി പഠിക്കാൻ നോക്കുക. ഇപ്പോൾ ഇത് ഡെപ്ത് കുറവാണ്, ഇതൊരു 30 അടി 35 അടി അല്ലെങ്കിൽ 40 അടിക്കുള്ളിൽ താഴെ വരുന്നില്ല. പക്ഷേ ഇത് ഇറങ്ങിയിട്ടേക്കണോണ്ട് പകുതി ഇറങ്ങിയാൽ മതി, ബാക്കിയുള്ള ഇറങ്ങാൻ എളുപ്പമാണ്. ഞാൻ ചെറുപ്പം മുതൽ ഇത് ചെയ്യുന്നതാണ്, ചെറുപ്പത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. 7ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ അതായത് വേറെ വീട്ടിലെ വേറെ സ്ഥലത്തെ എൻ്റെ പറമ്പിൽ തന്നെ കിണർ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ വെറുതെ കയറിയിലിറങ്ങും. പക്ഷേ അത് സേഫ് അല്ല. അപ്പം ഇങ്ങനെയുള്ള ഗിയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് കൈ വിട്ട് നിന്ന് നമുക്ക് വാക്കത്തി വെച്ച് വെട്ടാനോ അല്ലെങ്കിൽ പറിച്ചെടുക്കാനോ എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിക്കും. സോ ഇതൊരു സ്കില്ലാണ്. ഡെവലപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, അത് പിള്ളേരായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, കോൺടാക്ട് ചെയ്യാം. താങ്ക്